കേരള സ്റ്റോറി 2-ന്റെ റിലീസ് തടഞ്ഞുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ വിധി പറയാനായി മാറ്റി. പൊതുതാൽപര്യ ഹർജി പരിഗണിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ചെന്നും ഇത് എങ്ങനെ സിംഗിൾ ബെഞ്ചിന് കേൾക്കാനാകുമെന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ചിത്രം മതസൗഹാർദ്ദത്തിന് ഭീഷണി എന്ന് ചൂണ്ടിക്കാട്ടി 15 ദിവസത്തേക്ക് സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തിരുന്നു. വിവരങ്ങളുമായി ഗോപിക അരവിന്ദുണ്ട്. ഗോപിക, ചിത്രം നാളെ റിലീസ് ചെയ്യില്ല, ചിത്രത്തിന്റെ സ്റ്റേ തുടരുമെന്നാണ് അറിയുന്നത്. കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളാണ് മുന്നോട്ട് വെച്ചത്? ഹരി, കഴിഞ്ഞ 2 മണിക്കൂറായി ഏകദേശം 7-7:30 തുടങ്ങിയ വാദം ഇപ്പോൾ 9-10 മണിയോട് കൂടിയാണ് ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നത്. ഇന്ന് ഉച്ചയോട് കൂടിയാണ് സിംഗിൾ ബെഞ്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ട റിലീസിന് തടഞ്ഞുകൊണ്ടുള്ള സ്റ്റേ പുറപ്പെടുവിച്ചിരുന്നത്. ഇതിനെതിരെയായിരുന്നു ഇപ്പോൾ ഇന്ന് വൈകിട്ട് ഡിവിഷൻ ബെഞ്ചിന്റെ കീഴിൽ സ്പെഷ്യൽ സിറ്റിംഗ് ആരംഭിച്ചിരുന്നത്. എന്തായാലും ഇതിനായി ഈ നിർമ്മാതാക്കളുടെ ഭാഗത്തു നിന്നും സീനിയർ അഭിഭാഷകനായിരുന്നു ഹാജരായിരുന്നത്. സീനിയർ അഭിഭാഷകൻ നീരജ് കിഷോർ കൗൾ ആയിരുന്നു വാദിച്ചിരുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നിർമ്മാതാവ് വാദിച്ച കാര്യം നാളെ സിനിമ റിലീസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ന് ഈ സിനിമ റിലീസ് തടയുന്നത് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുമെന്നും ഇത് കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് 1500-ലധികം വിതരണം രാജ്യത്ത് മാത്രമുണ്ട്, ഇന്ത്യയിൽ മാത്രമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഇന്ന് റിലീസ് തടയുന്നത് വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക നഷ്ടം നിർമ്മാതാവിന് ഉണ്ടാക്കുമെന്നായിരുന്നു നിർമ്മാതാവിന്റെ അഭിഭാഷകന്റെ വാദം. ഇത് കൂടാതെ തന്നെ ഈ സിംഗിൾ ബെഞ്ചിന്റെ സ്റ്റേയിൽ ഡിവിഷൻ ബെഞ്ചും പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ മുന്നോട്ട് വെച്ചു. അതായത് ഇത്തരത്തിലൊരു പൊതു താല്പര്യമുള്ള സ്വഭാവമുള്ള ഹർജിയല്ലേ ഇത്, അത് എങ്ങനെയാണ് സിംഗിൾ ബെഞ്ചിന് വിധി പറയാൻ സാധിക്കുക എന്നുള്ള ഒരു നിരീക്ഷണം കൂടി ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. കാരണം ഇന്ന് ഉച്ചയോടുകൂടി സിംഗിൾ ബെഞ്ച് ബെച്ചുകുര്യന്റെ സിംഗിൾ ബെഞ്ചാണ് ഇത്തരത്തിലൊരു സ്റ്റേ പുറപ്പെടുവിച്ചതും. ഇത് ഒരു പൊതു താല്പര്യമായ പ്രശ്നമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഡിവിഷൻ ബെഞ്ചിന്റെ കീഴിൽ വരാഞ്ഞത് എന്നുള്ള ചോദ്യം കൂടി ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ചിട്ടുണ്ട്. ഈ ഏത് സ്വകാര്യ താല്പര്യമാണ് ലംഘിക്കപ്പെടുന്നതെന്ന് ഹർജിക്കാർ വ്യക്തമാക്കണം എന്നും ഡിവിഷൻ ബെഞ്ച് പറഞ്ഞു. കാരണം പരിഗണനാ അധികാരമില്ലാത്ത കോടതിയിൽ ഇത്തരത്തിലൊരു സിംഗിൾ ബെഞ്ച് ഉത്തരവിറക്കിയാൽ അത് നിലനിൽക്കില്ലെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാണിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഒരു വിധി പുറപ്പെടുവിച്ചിട്ടില്ല, വിധി പറയാൻ മാറ്റുകയാണ് ചെയ്തത്. എന്തായാലും നിലവിൽ നിർമ്മാതാക്കളുടെ അഭിഭാഷകന്റെ ആവശ്യം എന്തെന്നാൽ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി പറയണമെന്നാണ്. കാരണം നാളെ രാവിലെ തന്നെ സിനിമ റിലീസ് ചെയ്യേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള കനത്ത നഷ്ടങ്ങൾ നേരിടാം. ഇത് കൂടാതെ തന്നെ നിർമ്മാതാക്കൾ പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള കാര്യം ഈ ഹർജിക്കാർക്കെതിരെയാണ്. കാരണം ഈ ഹർജി വന്നിട്ടുള്ളത് ഒരു ദുരുദ്ദേശപരമാണെന്നും, കാരണം ഈ സിനിമയുടെ ടീസർ പുറത്തു വരുന്നത് ജനുവരി 31 ആണ്. അത് കൂടാതെ തന്നെ ട്രെയിലർ വരുന്നത് ഈ ഫെബ്രുവരി 17-നാണ്. അപ്പോൾ ഇത്തരത്തിലൊരു വൈകി ആണ് ടീസർ കണ്ടപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന രീതിയിലാണ് നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ ചോദിച്ചത്. ഇത് കൂടാതെ തന്നെ ഇത്തരത്തിൽ ഒരു മതത്തിനെ താഴ്ത്തിക്കെട്ടുന്ന രീതിയിലോ അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന രീതിയിലോ ഈ സിനിമയിൽ യാതൊന്നും തന്നെയില്ല. അതിനായി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് ഈ കേരള സ്റ്റോറി 1 ആണ്. കേരള സ്റ്റോറി 1-ാം ഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള ഒരു കഥാപാത്രത്തെയായിരുന്നു അവർ പോർട്രേ ചെയ്തിരുന്നത്, അവതരിപ്പിച്ചിരുന്നത്. എന്നാൽ ഈ 2-ാം ഭാഗം എന്ന് പറയുന്നത് കേരള സ്റ്റോറീസ് ഗോസ് ബിയോണ്ട് എന്നാണ്. അതായത് രാജ്യത്ത് എമ്പാടും ഉള്ള ഒരു നടക്കുന്ന കാര്യത്തെയാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത് കേരളത്തെ മാത്രം അപമാനിക്കപ്പെടുത്തുന്ന രീതിയിലാവുന്നത് എന്നുള്ള ചോദ്യം നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു. ഇത് കൂടാതെ തന്നെ ഇത്തരത്തിലൊരു മതത്തിനെ വ്രണപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇത് കൂടാതെ തന്നെ മതത്തിലെ പ്രശ്നങ്ങൾ പുറത്ത് കാണിക്കേണ്ടതല്ലേ എന്നുമുള്ള ഒരു ചോദ്യമാണ് നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഒരു മതത്തിനെ മാത്രം മൊത്തത്തിൽ മുഴുവനായി ഒരു മതത്തിനെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുന്നില്ല ഈ സിനിമ. അതിൽ നടക്കുന്ന ചില ദുരാചാരങ്ങളെയാണ് എടുത്തു കാണിക്കുന്നത്. അതൊരിക്കലും ഒരു മതത്തിനെ മുഴുവനായിട്ടുള്ള അപമാനിക്കപ്പെടുന്നതല്ല എന്നുമാണ് നിർമ്മാതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്തായാലും ഇതിൽ ഇന്ന് രാത്രിയോട് തന്നെ ചിലപ്പോൾ വിധി പറയാൻ സാധ്യതയുണ്ട്. കാരണം നാളെ ഈ സിനിമയുടെ റിലീസ് അടുത്തിരിക്കുകയാണ്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇനി മേൽക്കോടതി സുപ്രീം കോടതിയെ, കാരണം ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേ പുറപ്പെടുവിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഉടനടി തന്നെ അവർ ഡിവിഷൻ ബെഞ്ചിന് നാളെ റിലീസ് ആയതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ അപ്പീൽ നൽകിക്കൊണ്ട് ഡിവിഷൻ ബെഞ്ച് ഇത് പരിഗണിച്ചത്. ഇനി നാളെ അധികം സമയമില്ല അവർക്ക് മേൽക്കോടതിയിൽ പോകാൻ വേണ്ടി. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി ഉടൻ തന്നെ പുറപ്പെടുവിപ്പിക്കണം എന്നാണ് ഈ നിർമ്മാതാക്കളുടെ ആവശ്യം. അത് ഏത് രീതിയിലായിരിക്കും പരിഗണിക്കുക എന്നുള്ളത് കാണാം. ഹരി, ഗോപിക, അതോടൊപ്പം ഈ ചിത്രം മതസൗഹാർദ്ദത്തിന് ഭീഷണി എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിംഗിൾ ബെഞ്ച് ഇത് സ്റ്റേ ചെയ്തത്. അപ്പോൾ ആ ഒരു വാദത്തോട് യോജിക്കുന്ന ഒരു നിലപാടല്ലേ ഡിവിഷൻ ബെഞ്ചിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്? അപ്പോൾ നിർമ്മാതാക്കൾക്കും അല്ലെങ്കിൽ ഈ സിനിമയെ ബന്ധപ്പെട്ട അധികൃതർക്കും അതൊരു എന്താ പറയുക നെഗറ്റീവായിട്ടുള്ള ഒരു വിധിയാവാനല്ലേ സാധ്യത കൂടുതൽ?
ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്ന വാദത്തിലും കൃത്യമായി പറഞ്ഞിരുന്നു. ഇത് കേരളത്തിനെ തികച്ചും അപമാനിക്കുന്ന തരത്തിലാണ് ഈ പടത്തിന്റെ ഈ സിനിമയുടെ ടീസർ ഉൾപ്പെടെ. നമുക്കറിയാം, നമ്മൾ തന്നെ ഈ ടീസറും ട്രെയിലറും എല്ലാം കണ്ടപ്പോൾ തന്നെ ബീഫ് കഴിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വളരെ അപഹാസ്യമായ രീതിയിലായിരുന്നു ട്രെയിലറിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു കേരളം എന്നൊരു സംസ്ഥാനത്ത് തന്നെ വളരെ മോശമായി കാണിക്കുകയും ഇത് കൂടാതെ തന്നെ ഇവിടെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ ഇവിടുത്തെ സാമൂഹിക അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് കൂടിയായിരുന്നു ഈ സ്റ്റേയിൽ പറഞ്ഞിരുന്നത്. അതുതന്നെയായിരുന്നു സിംഗിൾ ബെഞ്ചിൽ സ്റ്റേ. ഇനി അത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ ഏത് രീതിയിലാണ് ഡിവിഷൻ ബെഞ്ച് പരിഗണിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ വിധി വന്നാൽ മാത്രമേ കാണിക്കുകയുള്ളൂ. ഇതിന്റെ സാങ്കേതികത്വം മാത്രമല്ല ഡിവിഷൻ ബെഞ്ച് ചോദ്യം ചെയ്യുന്നത്. കാരണം ഇത്തരത്തിലൊരു പൊതു താല്പര്യ ഹർജിയാണ്. അതെങ്ങനെയാണ് സിംഗിൾ ബെഞ്ചിലേക്ക് പോയത് എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ നിരീക്ഷണം വെച്ചിട്ടുള്ളത്. അല്ലാണ്ട് സിംഗിൾ ബെഞ്ച് ശരി, കേരള സ്റ്റോറി 2 റിലീസ് തടഞ്ഞുകൊണ്ടുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരായ അപ്പീൽ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. പൊതു താല്പര്യ ഹർജി പരിഗണിക്കേണ്ടത് ഡിവിഷൻ ബെഞ്ചെന്നും ഇതെങ്ങനെ സിംഗിൾ ബെഞ്ചിന് കേൾക്കാനാകുമെന്നും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ഗോപിക അരവിന്ദാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.